മാസപ്പടിയിൽ അന്വേഷണം തുടരാൻ ആവശ്യമായ നിർണായക തെളിവുകൾ ലഭിച്ചതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRL എക്സാലോജിക് ഇടപാടിൽ ലഭിച്ച തെളിവുകളുടെ വിശദാംശങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡയറക്ടറെ അറിയിച്ചു. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്കും CMRL ഉദ്യോഗസ്ഥർക്കും ഉടൻ നോട്ടീസ് നൽകുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വീണയുടെ ഫോൺ പരിശോധനാ ഫലം നിർണായകമാകും. ഡയറിയിലുള്ള മറ്റു പേരുകൾ കേന്ദ്രീകരിച്ചും ED തെളിവ് ശേഖരം തുടങ്ങി. പിണറായി വിജയന്റെ വീട്ടിലടക്കം 12ഓളം കേന്ദ്രങ്ങളിലാണ് ED കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയത്. നിർണായകമായ പല രേഖകളും ഈ പരിശോധനയിൽ ലഭിച്ചതായി ED ഡയറക്ടറെ അറിയിച്ചു. CMRLന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറുടെ അടക്കം 5 ഉദ്യോഗസ്ഥരുടെ മൊഴി നേരത്തെ എടുത്തിരുന്നു. പണം നൽകിയ ആളുകളുടെ പട്ടികയടക്കം മൊഴിയായി നൽകിയത് ഈ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറാണ്. അതിനെ സാധൂകരിക്കുന്ന രേഖകൾ കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡുകളിലൂടെ ശേഖരിക്കാനായി എന്നാണ് ED ഉദ്യോഗസ്ഥർ പറയുന്നത്. മാസപ്പടി കേസിൽ കള്ളപ്പണ നിരോധന നിയമപ്രകാരം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പൂർണ്ണമായ തെളിവുകൾ ഇപ്പോൾ തങ്ങൾക്ക് ലഭിച്ചതായും ED പറയുന്നു. മുൻപ് SFIയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ തെളിവുകൾ കോടതിയിൽ നിന്നും പകർത്തിയതും ഇപ്പോൾ EDയുടെ കൈവശമുണ്ട്. മൊഴികളെ സാധൂകരിക്കാൻ പാകത്തിന് രേഖാമൂലമുള്ള തെളിവുകളെല്ലാം ലഭിച്ചതാണ് ED സൂചിപ്പിക്കുന്നത്. അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനുള്ള അനുമതി തേടി ED ഉദ്യോഗസ്ഥർ ഡയറക്ടറെ സമീപിച്ചിട്ടുണ്ടെന്നാണ് വിവരം. അവിടെ നിന്നും നീക്കം ലഭിച്ച നിർദ്ദേശം ലഭിച്ചാലുടൻ ചോദ്യം ചെയ്യാനുള്ള ശ്രമം ആരംഭിക്കും. കഴിഞ്ഞ ദിവസം പ്രാഥമിക മൊഴിയെടുക്കൽ മാത്രമാണ് നടന്നതെന്നും തെളിവുകൾ കൂടി വെച്ചുകൊണ്ട് വിശദമായി ചെയ്യണമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ഈ വീണയെ സമൻസ് നൽകി കൊച്ചി ഓഫീസിലേക്ക് വിളിപ്പിക്കേണ്ടി വരുമെന്നും ED വ്യക്തമാക്കി. CMRL ഉദ്യോഗസ്ഥരെയും ഇതോടൊപ്പം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ഈ നീക്കങ്ങൾ മുന്നിൽ കണ്ട് അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് CMRL കമ്പനി. അടിയന്തര പ്രാധാന്യത്തോടെ ഈ ഹർജി പരിഗണിക്കണമെന്ന് കാണിച്ച് CMRL കമ്പനിയുടെ അഭിഭാഷകർ നീക്കം തുടങ്ങിയെന്നാണ് വിവരം. അതേസമയം തിരുവനന്തപുരത്ത് നടത്തിയ റെയ്ഡിനിടെ തങ്ങളുടെ തിരച്ചിൽ സംഘത്തിന് നേരെ ഒരു കൂട്ടം ആളുകൾ ആക്രമണം നടത്തിയിട്ടും അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്ന് ED ചൊവ്വാഴ്ച അറിയിച്ചു. ED വ്യക്തമാക്കുന്നതനുസരിച്ച് വീണ വിജയനും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും സന്നിഹിതരായിരുന്ന പരിസരത്തെ പരിശോധനകൾ പൂർത്തിയായതിനു ശേഷമാണ് ആക്രമണം ഉണ്ടായത്. ഇഷ്ടികകളും ഇരുമ്പ് വടികളുമായി എത്തിയ ജനക്കൂട്ടം ED ഉദ്യോഗസ്ഥരും CRPF ജവാന്മാരും സഞ്ചരിച്ചിരുന്ന വാഹനവ്യൂഹത്തെ ലക്ഷ്യമിടുകയായിരുന്നുവെന്നും ഏജൻസി അവകാശപ്പെട്ടു. യാതൊരുവിധ പ്രകോപനവുമില്ലാതെയാണ് ജനക്കൂട്ടം ED സംഘത്തിന്റെ കാറുകൾക്ക് നേരെ ഇഷ്ടികകളും ഇരുമ്പ് വടികളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്. ഇത് കാണിക്കുന്നത് ചിലർ ഈ ആക്രമണത്തിനായി ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നാണ്. അല്ലാതെ ഇത് പെട്ടെന്നുണ്ടായ ഒരു പ്രതികരണമല്ല എന്നും ഏജൻസി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ ED ഉദ്യോഗസ്ഥരും CRPF ജവാന്മാരും സഞ്ചരിച്ചത് 3 വാഹനങ്ങൾ തകർത്തതായും ഒരു ഡ്രൈവർക്ക് കണ്ണിൽ പരിക്കേറ്റതായും ED അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.